രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് മികച്ച ഒരു കൊല്ലം തന്നെയാണ്. 2024-ലും 25-ലും 26-ലും ഒക്കെ മലയാള സിനിമ തീർത്ത ഒരു ചരിത്രമുണ്ട്. മലയാളത്തിൽ 1000 കോടി തികയ്ക്കുക എന്നുള്ളത്. അത് മലയാള സിനിമ 2026 ജൂൺ പകുതിയാകുമ്പോഴത്തേന് തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. 2025-ൽ ലാലേട്ടൻ്റെ 2 ചിത്രങ്ങളുണ്ടായിരുന്നു. എമ്പുരാനും തുടരും എന്ന 2 ചിത്രങ്ങൾ. ലാലേട്ടൻ മുമ്പിൽ നിന്ന് നയിച്ചു. അങ്ങനെ 1000 കോടി 2025 തീർത്തു. ഈ കൊല്ലവും ലാലേട്ടൻ തന്നെ മുന്നിൽ നിന്ന് നയിച്ചു. ദൃശ്യം എന്ന ചിത്രവുമായിട്ട് ലാലേട്ടൻ മുമ്പന്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജൂൺ പകുതിയാകുമ്പോഴേക്ക് 1000 കോടി തികയ്ക്കുന്നു മലയാള സിനിമ. ഇന്ത്യയിലെ വേറെ ഒരു ഇൻഡസ്ട്രിയും 1000 കോടി തികയ്ക്കുന്നില്ല എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഹിന്ദി ആയാലും തെലുങ്കായാലും തമിഴായാലും കന്നഡയായാലും ഒരു ഇൻഡസ്ട്രിയും 1000 കോടി തികച്ചിട്ടില്ല. വമ്പൻ മുടക്കുമുതലാണ് ഈ ഇൻഡസ്ട്രിയിലെല്ലാം ചിത്രങ്ങൾ എടുക്കുന്നത്. നമ്മുടെ ദൃശ്യം തന്നെ എടുത്താൽ 240 കോടിയോളം ദൃശ്യം നേടി. പക്ഷേ മുടക്കുമുതൽ വെറും 25-30 കോടി മാത്രമാണ്. അതുപോലെ വാഴ 2. അങ്ങനെ ചെറിയ മുടക്കുമുതൽ വമ്പൻ ലാഭം കൊയ്യാൻ മലയാള ഇൻഡസ്ട്രിക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ദൃശ്യം 3യുടെ കാര്യം തന്നെ എടുത്താൽ നമുക്കറിവുള്ളതാണ്. ഇവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൃശ്യത്തിൻ്റെ റൈറ്റ്സ് മൊത്തം കോടികൾ മുടക്കി ഹിന്ദി ഇൻഡസ്ട്രി മേടിച്ചുകൊണ്ട് പോകുന്നു. അതാണ് മലയാള സിനിമയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ചെറിയ ഇൻഡസ്ട്രിയാണ്, വലിയ മുടക്കുമുതലൊക്കെ വളരെ കുറവാണ്. പക്ഷേ കോടികളാണ് മലയാളം ഇൻഡസ്ട്രി വാരിക്കൂട്ടുന്നത്. അതുകൊണ്ട് പല പ്രമുഖ നിർമ്മാണ കമ്പനികളും മലയാളത്തിലേക്ക് കണ്ണുവെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. ഏതായാലും ഓരോ ഇൻഡസ്ട്രിയിലെയും കഴിഞ്ഞ 2026-ലെ കണക്കുകൾ നമുക്കൊന്നെടുക്കാം. കന്നഡ ഇൻഡസ്ട്രി വമ്പൻ ഇൻഡസ്ട്രിയൊക്കെയാണ്. വമ്പൻ മുടക്കുമുതലുള്ള ചിത്രങ്ങളൊക്കെ അവിടെ റിലീഫ് ചെയ്യാറുണ്ട്. പക്ഷേ 100 കോടി പോലും ആ ഇൻഡസ്ട്രിക്ക് തികയ്ക്കാൻ പറ്റിയില്ല എന്നാണ് കിട്ടുന്ന വിവരം. വമ്പൻ ബഡ്ജറ്റുമായിട്ട് വന്ന പല ചിത്രങ്ങളും പരാജയപ്പെടും. അതുപോലെ തെലുങ്ക് ഇൻഡസ്ട്രി, തെലുങ്കിലെ ഒരു ചിത്രം മാത്രം, രാം ചരണിൻ്റെ ഒരു ചിത്രം മാത്രമേ 300 കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ചിത്രങ്ങളും പരാജയപ്പെടും. പ്രഭാസിൻ്റെ രാജാഫാവും പവൻ കല്യാണിൻ്റെ ഉസ്താദ് ഭഗത് സിംഗും രജി തേജയും എല്ലാം തന്നെ പരാജയം അറിഞ്ഞവരുടെ ഗണത്തിൽപ്പെടാം. അങ്ങനെ 1000 കോടി തികയ്ക്കാൻ വല്ലാതെ പാടുപെടുന്ന തെലുങ്ക് ഇൻഡസ്ട്രി നമുക്ക് കാണാൻ പറ്റും. 2026-ൽ 1000 കോടി തെലുങ്ക് ഇൻഡസ്ട്രി കടക്കുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം വമ്പൻ പ്രോജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിനുവേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. മറ്റൊരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രിയിൽ കറുപ്പ് എന്ന സൂര്യയുടെ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് 100 കോടി പോലും തികയ്ക്കാത്ത ചിത്രങ്ങളായിരുന്നു. 340 കോടി തികച്ച സൂര്യയുടെ കറുപ്പ് തന്നെയാണ് മുമ്പന്തിയിൽ നിൽക്കുന്നത്. തായ്ക്കിഴവി 84 കോടി നേടി 2ാം സ്ഥാനത്ത്. യൂത്ത് എന്ന ചിത്രം 70 കോടിയും ബ്ലാസ്റ്റ് എന്ന ചിത്രം 60 കോടിയും മാത്രം 60 കോടിയും നേടിയാണ് തമിഴ് ഇൻഡസ്ട്രിയെ മുമ്പിൽ നിന്ന് നയിക്കുന്നത്. ബാക്കി എല്ലാ വമ്പൻ ബഡ്ജറ്റിൽ ഇറങ്ങിയ ചിത്രങ്ങളും പരാജയപ്പെടുന്നത് നമുക്ക് കണ്ടു. അതുപോലെ തന്നെ 2026-ൽ തമിഴ് ഇൻഡസ്ട്രിയും 1000 കോടി തികയ്ക്കും എന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം വമ്പൻ പ്രോജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അതിലൊന്നാണ് രജനീകാന്തിൻ്റെ ജയിലർ 2 എന്നുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ തമിഴ് ഇൻഡസ്ട്രിയും 1000 കോടി തികയ്ക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇനിയും മലയാളത്തിലേക്ക് കടന്നു വന്നാൽ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഓണം. ഓണാഘോഷങ്ങളുടെ തകൃതിയായ നടത്തിപ്പിലാണ് നമ്മൾ. അണിയറയിൽ വമ്പൻ ചിത്രങ്ങൾ ഒരുങ്ങുന്നുണ്ട്. നമ്മളുടെ പ്രതീക്ഷ 2026-ൽ ഒരു 2000 കോടിയെങ്കിലും തികയ്ക്കുന്ന ഒരു ഇൻഡസ്ട്രിയായി മലയാള ഇൻഡസ്ട്രി മാറട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. അതിന് പറ്റിയ പ്രോജക്റ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ലാലേട്ടൻ്റെയും മമ്മൂട്ടിയുടെയും പൃഥ്വിരാജിൻ്റെയും അതുപോലെ ദുൽഖറിൻ്റെയൊക്കെ ചിത്രങ്ങൾ. അതെല്ലാം തന്നെ വമ്പൻ വിജയമാകട്ടെ. മലയാള സിനിമ ഉന്നതിയിൽ എത്തട്ടെ. ഇന്ത്യൻ സിനിമാ വ്യവസായം മലയാള സിനിമയെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ വ്യവസായമാണ്, ചെറിയ ഇൻഡസ്ട്രിയാണ്. എന്നാലും കോടികളാണ് ഇവിടുന്ന് വാരിക്കൂട്ടുന്നത്. വരും കൊല്ലങ്ങളിലും ഈ 1000 കോടിയും 2000 കോടിയും 3000 കോടിയൊക്കെ മലയാള സിനിമയിൽ നിന്ന് കിട്ടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. മലയാള സിനിമയുടെ വിജയമാണ് നമ്മുടെ ഒരു ലക്ഷ്യം, അല്ലേ? അത് കാണുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നിറഞ്ഞാടുന്ന മലയാള സിനിമ ഇന്ത്യൻ സിനിമയിൽ നെടുന്തൂണായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്.
അത് എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഒക്കെ ബൈ.